ഓൾറൈറ്റ്, നിങ്ങളും യൂട്യൂബിലൂടെ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അതും നിങ്ങളുടെ ഫേസ് കാണിക്കാതെ ഓർ വീഡിയോ റെക്കോർഡ് ചെയ്യാതെ. വെൽ, ഇൻ 2025 യൂട്യൂബ് ഓട്ടോമേഷൻ ഈസ് ദി ബെസ്റ്റ് പാസീവ് ഇൻകം മണി മേക്കിംഗ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു യൂട്യൂബ് ഓട്ടോമേഷൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യാം ആൻഡ് ഇത് ചെയ്ത് സക്സസ്ഫുൾ ആയ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്, അതും ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ സെക്ഷൻ 1 ആണ് വാട്ട് ഈസ് യൂട്യൂബ് ഓട്ടോമേഷൻ. യൂട്യൂബ് ഓട്ടോമേഷൻ എന്നാൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ടീം സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ, വീഡിയോ എഡിറ്റിംഗിൽ, പിന്നെ തംബ്നെയിൽ ഡിസൈനിങ്ങിൽ അവർ വർക്ക് ചെയ്യും. ആൻഡ് നിങ്ങളുടെ ജോബ് എന്ന് പറഞ്ഞാൽ ഇത് സ്കെയിലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസിനെ മാനേജ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന കുറച്ച് യൂട്യൂബേഴ്സാണ് വാച്ച് മോജോ. അവർ ചെയ്യുന്ന കണ്ടന്റാണ് ടോപ്പ് 10 ലിസ്റ്റ്. ഇപ്പോൾ എന്തിൻ്റെയും ടോപ്പ് 10 ലിസ്റ്റ് ചെയ്യുന്നതാണ് അവരെ നീച്ച്. വേറൊരു യൂട്യൂബറാണ് ദി റിച്ചസ്റ്റ്. അവർ ചെയ്യുന്ന ലക്ഷറി ആൻഡ് ഫിനാൻസ് കണ്ടന്റ്. ആൻഡ് ഈ ചാനൽസ് ഒക്കെ മന്ത്ലി $1000 ആണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇതുപോലത്തെ ചാനലുകൾ എങ്ങനെ പൈസ ഉണ്ടാക്കുന്നതെന്നാൽ യൂട്യൂബ് ആഡ്സിലൂടെ, സ്പോൺസർഷിപ്സിലൂടെ, പിന്നെ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെയാണ് മെയിനായിട്ട് യൂട്യൂബ് ഓട്ടോമേഷൻ ചാനൽസ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. സെക്ഷൻ 2 ആണ് ഹൗ മച്ച് മണി ക്യാൻ യു മേക്ക്. നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും വിത്ത് യൂസിങ് യൂട്യൂബ് ഓട്ടോമേഷൻ. സോ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രൂഫ് കാണിച്ചു തരാം എത്ര നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. ഒരു ഫിനാൻഷ്യൽ ചാനൽ മേക്ക് ചെയ്യുന്നത് $10,000 ഇൻ എ മന്ത്. ആൻഡ് ഒരു ടെക് ചാനൽ മേക്ക് ചെയ്താണ് $5,000 ഇൻ എ മന്ത്. സോ നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷണൽ ചാനൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈ പേയിങ് റവന്യൂ കിട്ടും. സെക്ഷൻ 3 ആണ് how to start a YouTube automation channel. Now let's get into the real action. So നിങ്ങൾക്ക് എങ്ങനെ ഓൺ യൂട്യൂബ് ഓട്ടോമേഷൻ ചാനൽ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റെപ്പ് 1 ആണ് പിക്ക് എ പ്രോഫിറ്റബിൾ നീച്ച്. കുറച്ചും കൂടി ഹൈ CPM നീച്ചസ് ആണ് ഫിനാൻസ്, ടെക്, ബിസിനസ്, ഹെൽത്ത്. ആൻഡ് ലോ കോമ്പറ്റീഷൻ നീച്ചസ് ആണ് സ്റ്റോറി ടെല്ലിംഗ്, മോട്ടിവേഷൻ, സെലിബ്രിറ്റി ഗോസിപ്പ്. അപ്പോൾ നീച്ച് സെലക്ട് ചെയ്യുമ്പോൾ ഹൈ CPM ഉള്ളതും പിന്നെ ഓഡിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന നീച്ച് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റെപ്പ് 2 ആണ് ഫൈൻഡ് എ കണ്ടന്റ് സ്ട്രാറ്റജി. ഫസ്റ്റ് ഈസ് ഫേസ്ലെസ് വീഡിയോസ്. നിങ്ങൾക്ക് AI ജനറേറ്റഡ് വീഡിയോസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോക്ക് ഫുട്ടേജസ് യൂസ് ചെയ്യാം, പിന്നെ കുറച്ച് ആനിമേഷനിലൊക്കെ ആഡ് ചെയ്ത് കുറച്ചും കൂടി എൻഗേജിങ് ചെയ്യിപ്പിക്കുക ഓഡിയൻസ് ആയിട്ട്. 2 ആണ് വൈറൽ ട്രെൻഡ്സ്. സെർച്ച് ചെയ്യുക എന്താണ് ട്രെൻഡുകളിൽ, എന്നിട്ട് അതിനനുസരിച്ച് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല ഓഡിയൻസിന് കിട്ടും. 3rd ആണ് എവർഗ്രീൻ ടോപ്പിക്സ്. കണ്ടന്റ് ദാറ്റ് സ്റ്റേസ് റെലവൻറ്റ് ഫോർ ഇയേഴ്സ്. പിന്നെ നിങ്ങൾക്ക് ടോപ്പിക്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റിയ ടൂൾസ് ആണ് ഗൂഗിൾ ട്രെൻഡ്സ്, വിഡൽ ക്യൂ ആൻഡ് TubeBuddy. സ്റ്റെപ്പ് 3 ആണ് ബിൽഡ് യുവർ ടീം. ഒരു യൂട്യൂബ് ഓട്ടോമേഷൻ ടീമിൽ വേണ്ട ആൾക്കാരാണ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, വോയിസ് ഓവേഴ്സ് ആൻഡ് തംബ്നെയിൽ മേക്കേഴ്സ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഫൈവർ ഓർ അപ്വർക്ക് ഫ്രീലാൻസേഴ്സ് ഹയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഈ സ്കില്ല് പഠിച്ച് കുറച്ച് ടൈം എടുത്താൽ ബേസിക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾ തന്നെ പഠിച്ച് ചെയ്യുമ്പോൾ ആ ടീമിന്റെ കോസ്റ്റ് കുറക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ചാനൽ കുറച്ചും കൂടി ഗ്രോത്ത് ആകുമ്പോൾ ഒരു ടീമൊക്കെ ഹയർ ചെയ്ത് ഒരു ബെസ്റ്റ് കണ്ടന്റ് ഓഡിയൻസിന് കൊടുത്താൽ അത് യൂസ്ഫുൾ ആയിരിക്കും. സ്റ്റെപ്പ് 4 അപ്ലോഡ് വീഡിയോ ആൻഡ് ഒപ്റ്റിമൈസ് ഫോർ SEO. ഇതിൽ ഫസ്റ്റ് ആണ് റൈറ്റ് എൻഗേജിങ് ടൈറ്റിൽസ്. നിങ്ങൾക്കല്ല പവർ വേർഡ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല ഹുക്ക് ടൈറ്റിൽസ് യൂസ് ചെയ്യാം. 2 ആണ് ക്രിയേറ്റ് ഹൈ ഐ കാച്ചിങ് തംബ്നെയിൽസ്. 3 ആണ് ഒപ്റ്റിമൈസ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ടാഗ്സ്. സോ ഇതിൽ SEO ആയിട്ടുള്ള കീവേഡ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. 4 ആണ് മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി. ഒരു വീക്കിൽ 2-3 വീഡിയോസ് മിനിമം അപ്ലോഡ് ചെയ്യുക. പിന്നെ യൂട്യൂബ് അൽഗരിതത്തിന് കൺസിസ്റ്റൻസി ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റെപ്പ് 5 ആണ് മോണിറ്റൈസിങ് ആൻഡ് സ്കെയിലിംഗ്. യൂട്യൂബ് മോണിറ്റൈസ് ആവണമെങ്കിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ ആണ് 1000 സബ്സ്ക്രൈബ്സ് ആവണം ആൻഡ് 4000 വാച്ച് അവേഴ്സും വേണം. പിന്നെ നിങ്ങൾക്ക് അഫിലിയേറ്റ് ലിങ്ക്സ് കൊടുക്കാം. നിങ്ങളുടെ വീഡിയോയിൽ ഷോ ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെയോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഐറ്റംസിൻ്റെ അഫിലിയേറ്റ് ലിങ്ക്സ് കൊടുത്തിട്ട് അതിലൂടെ നിങ്ങൾക്ക് കുറച്ച് കമ്മീഷൻ ഏൺ ചെയ്യാം. പിന്നെ സ്പോൺസേഴ്സ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് അവരിൽ നിന്ന് സ്പോൺസർഷിപ്പ് ഡീൽസ് വീഡിയോയിൽ ഷോ ആക്കുക. എന്നിട്ട് അതിലൂടെ കുറച്ച് എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യുക. സോ ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് സ്കെയിലപ്പ് ചെയ്താൽ നിങ്ങൾക്കിത് മൾട്ടിപ്പിൾ ചാനൽസ് ക്രിയേറ്റ് ചെയ്ത് ഇത് മൾട്ടിപ്പിൾ ചാനൽസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. സെക്ഷൻ 4 ആണ് കോമൺ മിസ്റ്റേക്സ് ടു അവോയ്ഡ്. ഫസ്റ്റ് ആണ് ചൂസിങ് ദി റോങ് നീച്ച്. ഒരു ലോ CPM ഉള്ളതും പിന്നെ ഹൈ ഡിമാൻഡുള്ള നീച്ച് സെലക്ട് ചെയ്താൽ കംപ്ലീറ്റ്ലി റോങ് ആകും. സെക്കൻഡ് ആണ് അപ്ലോഡിങ് ലോ ക്വാളിറ്റി വീഡിയോസ്, ബാഡ് എഡിറ്റിംഗ് ഓർ റോബോട്ടിക് AI വോയിസസ്. അതെല്ലാം നിങ്ങളുടെ വീഡിയോനെ ഒരു ലോ ക്വാളിറ്റി ഫീൽ ആക്കും. നല്ല ബെസ്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക.
തേർഡ് ആണ് ഇഗ്നോറിങ് SEO. നിങ്ങളുടെ യൂട്യൂബിൻ്റെ ടൈറ്റിൽസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ അല്ലെ ടാഗ്സ് ചെയ്യുമ്പോൾ നല്ല SEO കീവേഡ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഫോർത്ത് ആണ് കീപ്പിംഗ് കൺസിസ്റ്റൻസി. യൂട്യൂബിൽ മെയിൻ ആണ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണമെന്ന്. നിങ്ങൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്താൽ വൺ ഡേ പക്ക യു വിൽ ഗെറ്റ് ദി റിസൾട്ട്. സോ ഇതുവരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓട്ടോമേഷൻ ഒരു സീരിയസ് ആക്കി എടുക്കുക. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ടു ടേക്ക് ദി ആക്ഷൻ. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഏത് നീച്ച സെലക്ട് ചെയ്തതെന്ന്. സോ ഡു നോട്ട് ഫർഗെറ്റ് ടു ലൈക്ക്, സബ്സ്ക്രൈബ്, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല മണി മേക്കിംഗ് സ്ട്രാറ്റജീസ് നിങ്ങളുടെ ഫീൽഡിലെത്തും. ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.